നോക്ക് 50 രൂപയുടെ പൂവിൽ 25 രൂപയുടെ പൂവ് കേടാ. ഇതൊക്കെ ഇങ്ങനെ ബിസിനസ് ചെയ്തിട്ട് എന്താ കാര്യം? വരുന്ന ആൾക്കാരോട് കുറച്ചെങ്കിലും നീതി പുലർത്തിക്കൂടാ? ഒരാഴ്ച ഉപയോഗിച്ച ഡ്രസ്സാണ്, അലക്കാൻ ഇട്ടിരിക്കുകയാണ്. ഇഷ്ടംപോലെ ഉണ്ട്. ഇതാ ഈ ബക്കറ്റ് ഇങ്ങനെ ഫുള്ള് നിറഞ്ഞിരിക്കുകയാണ്. ഹായ് ഹലോ നമസ്തേ, വെൽക്കം ബാക്ക് ടു GK വേൾഡ്. ഞാൻ കുറേ നാളായി ജിമ്മിന് പോകണം എന്ന് പറയാറില്ലേ. ഞാനിപ്പോൾ ജിമ്മിലേക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്. പണ്ട് പോയിരുന്ന ജിം തന്നെ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ പകുതിക്ക് ഇട്ടിട്ട് പോകാൻ ആരോട് അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പോൾ എന്തായാലും ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് പോയി തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇന്നിപ്പോൾ അത്തമാണ് കേട്ടോ. ഞാൻ ഇന്നലെയാണ് അത്തം എന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ ഇന്നാണ് അത്തം. ഭൂരിഭാഗം എല്ലാവരും ഇന്നാണ് അത്തം തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് കുളിക്കാൻ പോവാണ്. അപ്പോൾ ബെല്ലി ഫാറ്റൊക്കെയാണ് കൂടുതൽ. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബോഡി വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെ കണ്ടോ ബെല്ലി ഫാറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കുറയ്ക്കണം, നമുക്കൊന്ന് സെറ്റായിട്ട് വരണം. വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. ഒരു 4 കിലോളം കുറയ്ക്കേണ്ടി വരും. 4 കിലോ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമുക്ക് കുറയ്ക്കാവുന്നേ ഉള്ളൂ. ഓയിൽ ഫുഡ്, ജങ്ക് ഫുഡ് ഇതൊക്കെ ഒഴിവാക്കിയാൽ മതി. ഞാൻ തട്ടുകടയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് ഇടയ്ക്ക്. സോ അതൊക്കെ നിർത്താൻ പോവാണ്. ഷുഗർ പിന്നെ ഓൾറെഡി ഞാൻ നിർത്തിയതാണ്. എന്തായാലും അതൊക്കെ ചെയ്തിട്ടൊന്ന് പ്രോപ്പറായിട്ട് ഒരു രണ്ട് മാസത്തിനുള്ളിൽ എനിക്ക് കുറച്ചാൽ മതി. 2 മാസം. വലിയൊരു പെട്ടെന്നൊരു ടൈമിൽ വലിയൊരു ഹെവി ഡയറ്റ് ഒന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്ത് 2 മാസം കൊണ്ട് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്നല്ല, എന്തായാലും നിൽക്കും. ഇഷ്ടം പോലെ പൂവുണ്ടല്ലോ. ഇത് എന്തിനാ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണപ്പോ? തുമ്പക്കുടം മതിയോ? ഇതിന്റെ ഇലയും തിന്നുണ്ടല്ലോ പുഴുക്കള്. അതും ഉണ്ടായി വരണല്ലോ, വെറുതെ ഞാൻ നുള്ളി. തുമ്പക്കുടം ഈ ഗ്യാപ്പിലിടാ. ഇവിടെ ആകെ വരണല്ലോ. ഉറുമ്പങ്ങനെ വരിവരായി പോണൊക്കെ. ഉറുമ്പങ്ങനെ വരിവരായി കയറുന്നുണ്ട് മേലേക്ക്. അലറിയാ? അരളി. ഇത് കിറ്റല്ലേ? ഓ, ഇത് ചീഞ്ഞ പൂവൊക്കെ ആണല്ലോ. അപ്പൊ നോക്കി വാങ്ങിച്ചൂടാ? അത് നോക്കി വാങ്ങിച്ചൂടാ? കവറിൽ വെച്ചിട്ടുള്ളതാണോ അവര്? അപ്പൊ നോക്കിക്കൂടാ? അത് എന്ത് ഇതൊക്കെ എന്തിനത്? അതൊക്കെ എടുത്തോ, പഴയതൊക്കെ ആദ്യം എടുക്കും. പഴയത് എന്തിനാ ഇടണേ? അതാ ആകെ ചീഞ്ഞതാ. ആ എല്ലാം പഴം. ഇതിങ്ങനെ ആക്കിയിട്ട് അങ്ങോട്ട് ഇടാം, ബാക്കി തണ്ട അങ്ങോട്ട് ഇട്ടോ. ഓക്കെ, പിന്നെ തേങ്ങ നമ്മളൊക്കെ റോസ് കൂടില്ലേ? റോസ് ഒരെണ്ണം. ഇത് നിങ്ങൾ മറ്റേ ടൗണില് തേക്കിൻകാട് എന്ന് വെച്ചാൽ കുറച്ചുകൂടി നല്ലത് കിട്ടിയാ. ആ ഒരു പുഴു നോക്ക്. ഇതാണ് അമ്മ വാങ്ങിച്ചോണെന്ന പൂവ്. ആ ഇത് നോക്കി വാങ്ങിക്കാണ്ട് നോക്ക് നോക്ക്. അടിപൊളി. ഇതിന് ഉള്ളിലേക്ക് ഉണ്ടാവും ഇതൊക്കെ. വേണ്ട വേണ്ട, അതിനെ കൊല്ലൊന്നും വേണ്ട, അതിനെ കളയാത്. അപ്പുറത്തെ പറമ്പിക്ക് കളയാലോ, അത് പോയി ജീവിക്കട്ടെ. അത് ഇതെങ്ങോട്ടത് മാറണത്? ആ ഉണ്ടാവും. ഇത് നിങ്ങളൊന്ന് അത് ചീഞ്ഞ പൂ വാങ്ങിച്ചിട്ടാ 2 പേര് നോക്കി വാങ്ങിക്കല്ലേ. അയ്യോ, ആ ഇവര് പൂവ് തിന്നണ ആൾക്കാരാണ്. പൂവ് മാത്രല്ല എല്ലാം തിന്നുപറ്റങ്ങള്. എന്ത് സ്പീഡാ! അങ്ങനെയാക്കല്ല തെറിക്കത്. ആ കണ്ടാ, ഉണ്ടപ്പനാണ്. അയ്യോ പോയി. ഇത് വീണ്ടും വീണ് പോവാണവൻ. വീണ്ടും വീണ് പോവാ. അപ്പുറത്തെ പറമ്പിലേക്ക് പോയി ജീവിക്കണി. പൂവൊക്കെ കേടാണ്. ഇതൊക്കെ എങ്ങനെ ഇടാനാണ്? ഇതൊക്കെ വെറുതെ കളയാനേ പറ്റുള്ളൂ. നമുക്കിത് വെച്ചിട്ട് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് മൊത്തം എടുക്കില്ല, ഇത് കുറച്ചേ എടുക്കുള്ളൂ. നമ്മളെല്ലാം പിശുക്കിയിട്ടാണ് ഇടുന്നത്. പിന്നെ വീട്ടിൽ കുറച്ച് പൂക്കളുണ്ടല്ലോ,
അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മളിതിങ്ങനെ ഉണ്ടമല്ലി വെച്ച് വെച്ച് ഇങ്ങനെ ബോർഡർ പോലെ കൊടുക്കുകയാണ്. ഇത്ര വലുതല്ല, ഇത്ര ചെറിയ കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഇടാൻ വയ്യ, മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിട്ട് വേഗം പോകണം. ഇത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്താൽ ഇതിങ്ങനെ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊക്കെ ഭേദം നോക്കിയിട്ട് നമ്മളിങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. എന്നാലും ഇത്രയേ ഉള്ളൂ മാറ്റി വെച്ചിട്ട്, കുറച്ചൊക്കെ ഇട്ടു. കുറച്ച് നാൾ മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു അരളിപ്പൂവ്. ഇത് കഴിച്ചാൽ ആരോ മരിച്ചു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ന്യൂസൊക്കെ കണ്ടിരുന്നു. സോ ആ പൂവൊക്കെ കുറവാണ്. അതിൻ്റെ മരം ഉണ്ടായിരുന്നതാണ് വെട്ടിക്കളഞ്ഞു. നമ്മുടെ അവിടെ കൂഴിവാലൻ എന്നാണ് പറയാറുള്ളത്. എനിക്കറിയില്ല ശരിക്കുള്ള പേരെന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ പൂക്കളം. ചെറിയൊരു പൂക്കളത്തിൽ നമ്മളിന്ന് അത്തമുതുക്കി. പിന്നെ ഇതാ ഇങ്ങനെ പൂക്കൾ കുറച്ച് വേസ്റ്റുള്ളതൊക്കെ നമ്മളിങ്ങനെ വാലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് പൂക്കളം അങ്ങനെ ഒരു എന്താ പറയുക പരവതാനി പോലെ ഇടുക എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം തോന്നുന്നു. അപ്പോൾ പൂക്കളം ഇട്ടു ഗൈസ്. ഇന്ന് അത്തമായതുകൊണ്ട് തന്നെ നമ്മൾ ട്രഡീഷണൽ വെയറാണ് പിടിച്ചിരിക്കുന്നത്. സോ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം, ട്യൂഷന് പോകണം. 11 മണിക്ക് ട്യൂഷനാണ്. അത് മേടിക്കാം. അങ്ങനെ ഞാൻ വന്ന ഉടനെ തന്നെ ട്യൂഷൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. അപ്പോൾ മാത്സാണ് ഞാൻ ആദ്യം നോക്കിയത്. സിലബസിൻ്റെ ഭാഗമായിട്ട് 40 മാർക്സ് മാത്സാണ്. അപ്പോൾ ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മെയിൻ. എത്രത്തോളം നാളിങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പരമാവധി നമ്മുടെ എക്സാം അടുക്കും തോറും നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നല്ലപോലെ തന്നെ കൊണ്ടുപോയാൽ തന്നെയാണ് നമുക്ക് റിസൾട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഓർക്കണം, 30,000 പേരാണ് പരീക്ഷ എഴുതുന്നത്. അതിൽ ആ കൂടി വാക്കൻസി എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അപ്പം നമുക്ക് റാങ്ക് 1 വാങ്ങിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നടക്കുമെന്നറിയില്ല. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഡയറ്റ് ഞാൻ എൻ്റെ രീതിക്കുള്ള ഒരു ഡയറ്റാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഓൾറെഡി ഫോളോ ചെയ്തിരുന്ന കുറച്ച് ഡയറ്റ് പ്ലാൻസ് ഉണ്ട്. അതാണ് ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ പറഞ്ഞിട്ടൊന്നുമില്ല. വീട്ടിൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു നേരം ഞാൻ ചോറ് കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി ഞാനത് നിർത്തുവാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് നല്ല തെറി കേൾക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ ആരോഗ്യം നോക്കണം എന്നുള്ളത് കൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. റൈസ് എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് ഞാൻ കഴിക്കാതിരിക്കാൻ നോക്കുകയാണ്. സോ വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് എന്തായാലും ഇന്ന് വീട്ടിൽ പോവാം. വീട്ടിൽ പോയിട്ട് നല്ല ഓംലെറ്റോ മറ്റോ വാങ്ങിച്ചിട്ട് അത് കഴിക്കാം. അത് കഴിച്ച് കുറച്ച് റൈസ് കഴിക്കേണ്ടി വരും. പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കട്ടെ, ഞാൻ കഴിക്കാതിരിക്കാൻ നോക്കും. അത് കഴിഞ്ഞ് എനിക്ക് വേഗം തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം. തിരിച്ചു വന്നിട്ട് ജസ്റ്റ് ഒന്ന് മുടി വെട്ടാൻ പോകണം. അത് ഇന്നെന്തായാലും ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് സമയമില്ലാതെ ഒരവസ്ഥ വരും. സോ അത് എനിക്ക് ചെയ്യണം. ഇത്രയാണ്, ഈ 2 കാര്യങ്ങളാണ് എനിക്കിപ്പോൾ ഈ വരുന്ന 1 മണിക്കൂറിനുള്ളിൽ ചെയ്യേണ്ടത്. അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് കാണാം. കഴിക്കുന്നില്ലേ? ഓക്കെ. നമ്മളിപ്പോൾ ഇനി ഈ 2 എടുത്ത് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ അവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ വെച്ചാൽ കോൾ വന്നിട്ട് പോയപ്പോൾ അത് ഭയങ്കരമായിട്ട് ചൂടായി. ഈ ജീവൻ മരണ പുറത്തുള്ളത് twice finished and that's സക്സസ്ഫുള്ളി അതങ്ങനെ ചെയ്തിരിക്കുകയാണ്. പെപ്പർ കൈ കൊണ്ട് okay. And some salt.
How is this? കുറച്ച് ഞാൻ മുടി വെട്ടി വന്നു. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒന്നുള്ള ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടിയില്ല. നല്ലൊരു 2 വയസ്സ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ടൗണിൽ പോയി വെട്ടാമെന്ന് വിചാരിച്ച, പക്ഷെ ടൗണിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ടൗണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് പൂക്കളം കാണാൻ പറ്റുമായിരുന്നു, പക്ഷെ അതും പറ്റിയില്ല. ഇനിയിപ്പോൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാടിയ പൂക്കളം കാണേണ്ടി വരും. സോ ഞാനിപ്പോൾ എനിക്ക് പോകാനായിട്ട് ഇനി ടൈം ഉണ്ടാവും തോന്നുന്നില്ല. ബിക്കോസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്കറിയാലോ 10:30 വരെ നമ്മളിവിടെ തന്നെ ഉണ്ടായിരിക്കും, തട്ടിമുട്ടിയൊക്കെ. അപ്പൊ എനിക്ക് എന്തായാലും ഇന്ന് പോകാൻ പറ്റുന്നൊന്നുമില്ല ഗൈസ്. അങ്ങനെ അത് മിസ് ചെയ്തു. ശരിക്കും അത് പോകേണ്ടതായിരുന്നു. ഈ ഗ്രേ ഹെയറിനോ വല്ല റെമഡി ഉണ്ടോ എന്നാണ് ഞാൻ അന്വേഷിച്ച് നടക്കുന്നത്. യൂട്യൂബിൽ പലതും കാണാം, പക്ഷെ എല്ലാം വിശ്വസിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ അടപ്പടലം മൂഞ്ചി. എന്തായാലും ടെൻഷൻ കാരണം കൊണ്ടായിരിക്കും അല്ലേ? ആയിരിക്കാം. എന്തെങ്കിലും ഒന്ന് നോക്കട്ടെ, നമുക്ക് പരീക്ഷിക്കാം. ഞാനിപ്പോ ട്യൂഷനൊക്കെ കഴിഞ്ഞു വന്നു. ഇനിയിപ്പോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു. ഇത് നിവിയയുടെ ബോഡി വാഷ് ആണ്, ആൻഡ് ഇത് നിവിയയുടെ റോൾ ഓൺ ഡിയോഡറന്റ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ സ്കിൻ കെയർ ആൻഡ് ബോഡി കെയർ എല്ലാം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും യുവത്വത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ് ഞാൻ നടത്തിക്കൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. സോ വളരെ ടാനൊക്കെ അടിച്ചിരിക്കുകയാണ്, ഭയങ്കര ടാനൊക്കെയാണ്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇനി സ്കിന്നും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അതിൽ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കവും ഞാൻ അതേപോലെ നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതെനിക്ക് സമയം കിട്ടാത്ത കാരണം കൊണ്ട് അധികം വലിയ പണി ഉണ്ടാവാറില്ല. സോ എന്നാലും നമ്മൾ ശ്രദ്ധിക്കും. ഓക്കെ, സാധാരണ യൂട്യൂബേഴ്സൊക്കെ നിങ്ങളുടെ അടുത്താണ് ചോദിക്കാറ്, അല്ല നിങ്ങൾക്കാണ് കാണിച്ചു തരാറുള്ളത് ഇന്ന പ്രൊഡക്ട്സ് നല്ലതാണ്, ഇന്ന പ്രൊഡക്ട്സ് നല്ലതാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് എന്തെങ്കിലും കമന്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് അത് യൂസ് ചെയ്ത് ഒരു പരീക്ഷണ വസ്തു ആകുന്നതാണ്. എന്തായാലും നോക്കാം. എന്തായാലും ഒരു പരീക്ഷണം നടത്താൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഭയങ്കരമായിട്ട് നോക്കിയിരുന്നതാണ്. ജിമ്മിനൊക്കെ പോയി ഫുഡൊക്കെ നന്നായി കൺട്രോൾ ചെയ്ത് ഓയിൽ ഫുഡ്സൊക്കെ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെച്ചു. അപ്പോൾ അതൊരു കണ്ടന്റ് കൂടി ആകും എന്നുള്ള ഒരു ധാരണയിലാണ്. ഇത് എത്രത്തോളം നാളിങ്ങനെ പോകുന്ന അറിയില്ല. പക്ഷെ എന്നാലും ഇപ്പൊ ഓണൊക്കെയാണ് വരാൻ പോകുന്നത്. സദ്യ, പിന്നെ കുറെ കല്യാണ സീസൺ ഉണ്ട്, പായസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. പക്ഷെ നമ്മളൊക്കെ അതിൽ ആ ഒരു ചതിക്കുഴികളല്ല, അതിലൊന്നും വീഴാതെ നമ്മൾ നമ്മുടെ ഒരു റൂട്ടീൻ കീപ്പ് ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുന്നതാണ്. സോ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഇനിയിപ്പോൾ ട്യൂഷൻ ആയിട്ടൊന്നുമില്ല, ട്യൂഷൻ ഇപ്പോൾ അടുത്തതുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കുളിച്ച് മുടി വെട്ടിയ കാരണം കൊണ്ട് ഒന്ന് കുളിക്കണം. കുളിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷ് ആയിട്ട് വേണം അടുത്ത ട്യൂഷന് പോകാനായിട്ട്. സോ ഗൈസ്, പോയിട്ട് വരാം. ഇത് ഗോതമ്പ് കൂട്ടാണോ അത്? അല്ല, ഗോതമ്പാണോ അത്? ഗോതമ്പ് റവ. ഈ 2 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന സാധനങ്ങളൊക്കെ ഇറങ്ങിയെടുക്കും. പക്ഷെ അത് എല്ലാവർക്കും പിടിക്കണമെന്നില്ല. അതിന് വേറെ കളർ എന്താ? ഞാൻ അങ്ങനെ ആലോചിക്കണം, സൈഡില് മൊത്തം ഒന്ന് അരപ്പിക്കുക, നടുക്ക് ബ്ലാക്ക്. കോലം കടല്ലോ, അതൊരു ട്രെൻഡ്. അപ്പോഴത്തെ നാളെ തൊട്ട് എല്ലാവരും ചോറിന് കുറവ് തീട്ടാ. ഹോമിയോയിൽ ഞാനൊന്ന് ഡോക്ടർ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു പാരമ്പര്യമായിട്ടുണ്ടല്ലോ, അപ്പൊ പിന്നെ അങ്ങനെ മരുന്നിലൊന്നും നിൽക്കാൻ പറ്റില്ല. വൈറ്റമിൻസിന്റെ കുറവുണ്ടായിരിക്കും, അത് സപ്ലിമെന്റ്സ് എടുത്താൽ മതി.
ആൾക്കാരൊക്കെ ടി വി എത്രയാ? ടി വി കൊടുക്കാം അല്ലേ? ആ ഇത് കൊടുക്കാം സാറിന് തന്നെയാ അപ്പൊ അതുകൊണ്ട് വരട്ടു. ഇതിന് വലിയ കംപ്ലൈന്റ് ഒന്നുമില്ല, പക്ഷെ എന്നാലും ചെറിയ ഇടയ്ക്ക് എന്തൊക്കെയോ ഒരു അപാകതകൾ വരും. അപ്പോൾ ഓളമ്പ് വയ്ക്കാം, അപ്പോൾ ഓളമ്പ് വയ്ക്കാം. ഇന്ന് ഇത്രയ്ക്ക് തന്നെ ഉണ്ടായിട്ടുള്ളൂ. നേരത്തെ നിങ്ങൾ കണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ഗ്രേ ഹെയർ ഇവിടെയൊക്കെ നരച്ചു തുടങ്ങി. അപ്പോൾ അത് കളർ ചെയ്യാനുള്ള ഒരു ടോപ്പിക്കും അതേപോലെ തന്നെ ടി വി ഇവിടെ മാറ്റണം എന്ന് പറഞ്ഞ് കുറച്ചാളായി ഈ വീട്ടിൽ. അപ്പോൾ ടി വി കുറച്ചൊരു വലിയൊരു ടി വി വാങ്ങിക്കാം എന്നുള്ള ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഓണത്തിൻ്റെ സമയത്ത് എടുക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ അതിന് ടോപ്പിക്കാണ് നിങ്ങൾ കേട്ടത്. പിന്നെ നേരാവണ്ണം ഭക്ഷണം കഴിക്കുന്ന സമയത്തായതുകൊണ്ട് നേരാവണ്ണം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് യു അണ്ടർസ്റ്റാൻഡ് ദ ടോപ്പിക്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് അവിടെ ഡിസ്കസ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വ്ലോഗ് എന്ന് പറയുന്നത്. ആസ് യു നോ ഐ എം എ ബിഗിനർ. സോ അതിൻ്റെതായിട്ടുള്ള കുറച്ച് പാകപ്പിഴകളൊക്കെ ഉണ്ടാവും. പക്ഷേ എൻ്റെ ഒരു തോട്ടിലേക്കുള്ള ഒരു സംഭവം വരുന്നേ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ അതിൻ്റെ കോണ്ടന്റിൻ്റെ ഒക്കെ മേക്കിങ്ങിലാണ്. സമയം കിട്ടാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു വ്ളോഗ് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചുമ്മാ അങ്ങനെ വീഡിയോ ഇടുന്നത്. സോ ഇത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്.